Hello, ഞാൻ ഷെറിൻ ഡേവിസ്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്, പവർഡ് ബൈ ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇത്രയും വില കയറുമെന്ന് പ്രതീക്ഷിച്ചവർ വളരെ ചുരുക്കം ആളുകളായിരിക്കും മിക്കവാറും, അല്ലേ? ആരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം അത്രയധികം മുകളിലേക്ക് സ്വർണത്തിൻ്റെ വില കയറി പോന്നു. അപ്പോൾ 4-5 കൊല്ലം മുമ്പ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർ പലരും എനിക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കി കാണും. ചിലപ്പോൾ ഒരു ഇരട്ടിയൊക്കെ ആയിട്ടുണ്ടാവും. കാരണം ലാസ്റ്റ് 4-5 കൊല്ലം കൊണ്ട് ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നു പോയി. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം, അതായത് ഒരുപാട് കാരണങ്ങൾ, ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ പല കാരണങ്ങൾ ഇത് കൊണ്ടായിരിക്കാം ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇത്രയും ഉയർന്നു. അപ്പോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പലരും ഗോൾഡിൻ്റെ വില കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ വിറ്റ് കളഞ്ഞു. അത് ഇനി വില കയറില്ല എന്നൊരു അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ വിറ്റു. അപ്പോൾ അങ്ങനെ കരുതിയവർക്കൊക്കെ എന്താ മനസ്സിലായിട്ടുണ്ടാവും, അതൊരു അബദ്ധമായെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഗോൾഡിൻ്റെ പ്രൈസ് പിന്നെയും കയറിപ്പോയി. പക്ഷെ എന്നാൽ ഗോൾഡ് പണയം വെച്ചവർക്ക്, അതായത് പ്ലഡ്ജ് ചെയ്ത ആളുകൾക്ക് നല്ല ലാഭം കിട്ടിയിട്ടുണ്ടാവും. കാരണം ഗോൾഡ് പണയം വെച്ച് അത് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താലും നമ്മുടെ സ്വർണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലല്ലോ. കാരണം ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു സന്തോഷം അവർക്കുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, ഗോൾഡ് ഇങ്ങനെ കയറുമെന്ന് അവർ പ്രതീക്ഷിച്ചാണില്ല. പക്ഷെ പലരും അതുകൊണ്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തവർ വളരെ ചുരുക്കമായിരിക്കും. അതായത് ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ ഒരുപാട് കയറിപ്പോകുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഗോൾഡ് ഒരുപക്ഷെ മേടിച്ചു വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാൽ ഉള്ള സ്വർണം വിൽക്കാതെ സൂക്ഷിച്ചു വെച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഗോൾഡ് വിൽക്കാതിരുന്നത് നല്ല രീതിയിൽ റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗോൾഡ് തിരഞ്ഞെടുത്താലും ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുത്താലും അതിൻ്റെ റിട്ടേൺസ് തരുന്നത് ലോങ് ടൈമിലായിരിക്കും. അപ്പോൾ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഗോൾഡിൻ്റെ ഇത്രയും വലിയ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്താലും, അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 10 വർഷത്തിൽ ഏറ്റവും നല്ല റിട്ടേൺസ് വരുന്നത് ചിലപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 കൊല്ലം കൊണ്ടായിരിക്കാം. മനസ്സിലായി. അപ്പോൾ ചെറിയ ലാഭം വന്നപ്പോൾ ഇനി വില കയറില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ വിൽക്കരുത്. കാരണം ഗോൾഡ് ആണെങ്കിലും ഷെയറിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും റിട്ടേൺസ് വരുന്നത് ലോങ് ടൈമിലായിരിക്കും. അപ്പോൾ കൂടുതൽ നാളിരിക്കും തോറും ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിട്ടേൺസ് എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നമ്മളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിട്ടേൺസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മോശം തീരുമാനങ്ങളെടുത്ത് എന്ത് ചെയ്യരുത്, നമ്മൾ റിട്ടേൺസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അത് ഏത് തരം ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.